ഹായ് ഫ്രണ്ട്സ്, ആക്ടർ സുരേഷ് ഗോപിയുടെ മകൾ ഭാഗ്യയുടെ കല്യാണം കഴിഞ്ഞു. കല്യാണത്തിൻ്റെ ഡേറ്റ് ഫിക്സ് ചെയ്തപ്പോൾ തൊട്ടേ കുറേ പേർക്ക് കുരുപൊട്ടാൻ തുടങ്ങിയാണ്. അപ്പോൾ സുരേഷ് ഗോപി എങ്ങോട്ട് തിരിഞ്ഞാലും ഏത് വീഡിയോ ഇട്ടാലും എന്ത് പോസ്റ്റ് ഇട്ടാലും എല്ലാം കുരുപൊട്ടുന്ന കുറേ പേരുണ്ട്. രാഷ്ട്രീയപരമായിട്ട് മാത്രം വിമർശിക്കുന്ന ആളുകളാണ് അതിൽ ഭൂരിഭാഗം പേര്. ഇപ്പോൾ ഒരു മകളുടെ കല്യാണത്തിൻ്റെ ആ ഒരു സംഭവം അടുക്കുന്ന സമയത്ത് പലരും ഒരു വിവാദം കൊണ്ടുവന്നു. ഗുരുവായൂരുള്ള ആ ദിവസത്തെ കല്യാണങ്ങളെല്ലാം മാറ്റിവെച്ചു. ചിലവർ പറയുന്നു 48 കല്യാണം മാറ്റിവെച്ചു, ചിലവർ പറയുന്നു 18 കല്യാണം മാറ്റിവെച്ചു എന്നൊക്കെ പറഞ്ഞു. അതുപോലെ തന്നെ നരേന്ദ്രമോദി വരുന്നുണ്ട്, അതുകൊണ്ടാണ് കേട്ടോ അതൊക്കെ മാറ്റിവെക്കുന്നത്. അതുകൊണ്ട് മാറ്റിവെച്ചാണ് എന്നുള്ള രീതിയിലാണ് സംസാരം വന്നത്. പിന്നെ ദേവസ്വം ബോർഡ് തന്നെ, അതായത് ഈ സർക്കാരിൻ്റെ തന്നെ കൂടിയുള്ള കുറേ മെമ്പേഴ്സ് ഉള്ള ദേവസ്വം ബോർഡ് തന്നെ എന്ത് സമ്മതിക്കുകയാണ്, അവിടെ ഒരു കല്യാണവും മാറ്റിവെക്കപ്പെട്ടിട്ടില്ല എന്ന് സംഭവിക്കുകയാണ്. അത് പുറത്തു വന്നതോടെ ഈ ഒരു കുരുവിൻ്റെ വേദനയൊക്കെ മാറി, അതൊക്കെ ഒന്ന് മുറിവൊക്കെ ഉണങ്ങി സമാധാനത്തോടെ ഇരിക്കുകയായിരുന്നു. ആ സമയത്താണ് ആ ഒരു കല്യാണത്തിന് ലാലേട്ടനും മമ്മൂക്കയും ജയറാമും അങ്ങനെ ഖുശ്ബുവും അങ്ങനെ കുറേ സെലിബ്രിറ്റീസും കാര്യങ്ങളൊക്കെ എല്ലാവരും വരും. VIP എല്ലാവരും വരികയാണ്. നരേന്ദ്രമോദി എല്ലാവർക്കും നമസ്തേ പറയുന്നുണ്ട്. നമസ്തേ പറയുന്ന സമയത്ത് ലാലേട്ടന് നമസ്തേ പറയുന്ന സമയത്ത് മമ്മൂക്കയുടെ കൈ ഇങ്ങനെയായിരുന്നു, ഇങ്ങനെ കൈയൊക്കെ കെട്ടിയിട്ടായിരുന്നു പുള്ളി നിന്നിട്ടുണ്ടായിരുന്നു. ഞാനൊരു കാര്യം ചോദിക്കാം, ഈ നമസ്തേ എന്ന് പറയുന്നത് ഒരാളുടെ മുന്നിൽ ഞാൻ ബെഗറാണ് എന്ന് പറഞ്ഞ് നിൽക്കുന്നതാണോ എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. നമ്മളൊക്കെ വില്ലേജ് ഓഫീസിൽ പോയാൽ ഡിയർ സർ എന്ന് പറഞ്ഞ് മെൻഷൻ ചെയ്യുന്നൊരു ഫോർമാറ്റ് നമ്മൾ കീപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. എപ്പോഴോ കളയേണ്ട സാധനമാണത്. ഈ ഒരു സർ കൾച്ചർ ഫോളോ ചെയ്ത് വരുന്ന ഉണ്ണാക്കന്മാരാണ് ഈ ഒരു നമസ്തേ എന്ന് പറയുന്നത്. നമസ്തേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാനും നീയും ഒന്നാണ് എന്നുള്ള ഒരു ലെവലാണ്. അതിനെ നല്ല രീതിക്ക് ചിന്തിച്ചാൽ മതി. ഇനിയിപ്പോൾ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആളുകൾ കുറെ ക്രൈം ചെയ്തിട്ടുള്ളതാണെന്നൊക്കെ പറഞ്ഞ് വാദിക്കുന്ന ആളുകളുണ്ട്. ചെറിയ തിരിമറികളെങ്കിലും ചെയ്യാത്ത ആളുകളായിട്ട് ഇവിടെ ആരുമില്ല. അതിപ്പോൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ആയാലും BJP ആയാലും UDF ആയാലും പിന്നെയും അക്രമവാസനത്തിൽ കുറഞ്ഞത് UDF ആണെന്ന് ഞാൻ പറയും. പക്ഷെ കുത്തിത്തിരിപ്പിൻ്റെ ആശാന്മാരാണ് അവർ. ഇത് ഞാൻ ഓപ്പണായിട്ട് തന്നെ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ അതാണ് സത്യം. ഒരു പാർട്ടിയുടെ മൂഡ് താങ്ങുന്നവർക്ക് അത് തുറന്ന് സമ്മതിക്കാൻ പറ്റില്ല. BJP-യിലുണ്ടോ എക്സ്ട്രീമിസ്റ്റ്? ഉണ്ട്. LDF എന്താ ഇല്ലേ? മാർക്സിസ്റ്റ് പാർട്ടിയിലില്ലേ? ഉണ്ട്. UDF പിന്നെ ഒരു 10 പോകുന്ന ആൾക്കാരാണ്. വിമർശിച്ച് മുന്നേറുന്ന ആളുകളാണ് എന്നാണ് അവർ പറയുന്നത്. അവരിലും ഇൻഡയറക്റ്റ്ലി പണി കൊടുക്കുന്ന ആളുകളുണ്ട്. തല്ലും കൊലയൊക്കെ അവിടെയും നടക്കുന്നുണ്ട്. ഇതൊന്നും പുറത്ത് ശരിക്കും കമ്മ്യൂണിക്കേറ്റ് ആവുന്നില്ല, അത്രേ ഉള്ളൂ. അപ്പോൾ ഈ ഒരു നമസ്തേ എന്ന് പറയുന്നത് വലിയ അപരാധമാണോ? ഏതോ ഒരാൾ ഇങ്ങനെ പറയുവാണ് മമ്മൂക്കയ്ക്ക് അങ്ങനെ ഒരു ഗതികേടില്ല, നരേന്ദ്രമോദിക്ക് ഇങ്ങനെ നമസ്തേ പറയാൻ മാത്രം ഗതികേട് മമ്മൂട്ടിക്കില്ല, കൈ കൂപ്പേണ്ട ഗതികേടില്ല എന്നൊക്കെ പറയുന്നുണ്ട്. കൈ കൂപ്പലല്ല, നമസ്തേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മര്യാദയാണ്. അങ്ങോട്ടും ഇങ്ങോട്ടും റെസ്പെക്ട് ചെയ്യുന്ന ഒരു സാധനം, അത്രേ ഉള്ളൂ നമസ്തേ എന്ന് പറഞ്ഞാൽ. അല്ലാണ്ട് ഞാൻ എൻ്റെ കീഴിലാണ് കേട്ടോ, എന്നെ ഇങ്ങോട്ട് ചവിട്ടി താത്തെന്ന് പറഞ്ഞ് നിന്ന് കൊടുക്കുന്നതൊന്നും അല്ല. മനസ്സിലാവുന്നില്ല. അത് മാത്രമല്ല, ഞാൻ വേറൊരു വീഡിയോയിൽ ഇപ്പോൾ ഇവരൊക്കെ ഈ റെഫറൻസ് ആയിട്ട് വെച്ചിട്ടുള്ള ഫോട്ടോസ് ആയാലും വീഡിയോ ആയാലും അതിലും മമ്മൂക്ക നമസ്തേ ഒന്നും പറയുന്നില്ല. അതേസമയം ഞാൻ കണ്ടതിൽ മമ്മൂക്ക വൃത്തിക്ക് തന്നെ മോദിജി അങ്ങോട്ട് നമസ്കാരം പറയുമ്പോൾ ഇങ്ങോട്ടും നമസ്കാരം പറയുന്നുണ്ട്. ഇവരാരും കണ്ടില്ല. അത് എനിക്ക് മനസ്സിലാവുന്നില്ല എന്താ സംഭവം എന്നുള്ളത്. അതുപോലെ തന്നെ മോദിജി അവിടെ ആ സമയത്ത് വേറെ താലികെട്ടും നടന്നിട്ടുണ്ടായിരുന്നു. ഓരോ മണ്ഡപമാണല്ലോ, കുഞ്ഞു മണ്ഡപങ്ങളാണ്. അവിടെ വേറെ ആളുകളുടെ താലികെട്ട് നടന്നിട്ടുണ്ടായിരുന്നു. അവർക്ക് പോയിട്ട് നമസ്തേ പറഞ്ഞിട്ടുണ്ട് മോദിജി. ഇതുവരെ വന്നിട്ടുള്ള ഇന്ത്യൻ പ്രധാനമന്ത്രികളിൽ ആരാണ് ഇത്ര സിംപ്ലിസിറ്റി ആയിട്ട് പോയിട്ട് ആളുകളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ടുള്ളത്? മോദിജി പോയി അവരെ ഗ്രീറ്റ് ചെയ്തത് രാഷ്ട്രീയപരമായി ചിന്തിക്കാതിരുന്നു കഴിഞ്ഞാൽ അവരുടെ ലൈഫിലെ നല്ലൊരു പ്രീഷ്യസ് മൂവ്മെന്റ് തന്നെയാണത്. ഇന്ത്യയുടെ പ്രധാനമന്ത്രി, അത് 10 വർഷമായിട്ട് തന്നെയാണ് മോദിജി അവിടെ പ്രധാനമന്ത്രിയായിട്ട് നിൽക്കുന്നത്. ഇവിടെ പിണറായി വിജയൻ എന്ന് പറയുന്ന വ്യക്തി മുഖ്യമന്ത്രിയായിട്ട് നിൽക്കുന്നത്. അതേപോലെ 10 വർഷം തന്നെയാണ് അവിടെ നിൽക്കുന്നത് കണ്ടിന്യൂസ് ആയിട്ട്. അതുപോലെ വേറൊരു പ്രധാനമന്ത്രി വന്നിട്ടുണ്ടോ ഇത്രയ്ക്കും വിനയത്തോടു കൂടി വന്ന് നിന്നിട്ടുണ്ടോ? എനിക്കറിയില്ല, എൻ്റെ അറിവിലില്ല. ഇങ്ങനെ സിമ്പിളായിട്ട് വന്ന് നിന്നിട്ടുണ്ടോ? പിന്നെ സെക്യൂരിറ്റി സിസ്റ്റം, മമ്മൂക്ക പോയപ്പോൾ തന്നെ ഇങ്ങനെ കൈ പൊക്കിയിട്ട് ഇങ്ങനെ നിന്നു, എന്നെ ചെക്ക് ചെയ്തിട്ട് അകത്തേക്ക് വിടുന്നു. എന്താ വെച്ചാൽ പ്രധാനമന്ത്രിയാണ് വന്നിരിക്കുന്നത് എന്നുള്ളൊരു കൺസേൺ പുള്ളി കാട്ടി. ലാലേട്ടൻ കൈ വീശിപ്പോയി. അപ്പോൾ പുള്ളി ചെക്ക് ചെയ്തില്ല, അത്രേ ഉള്ളൂ. പ്രോട്ടോക്കോൾ. അപ്പോൾ ഓരോരുത്തരും ഓരോ രീതിക്ക് ചിന്തിക്കുന്നതാണ്. മമ്മൂക്ക പറഞ്ഞു എന്നെ ചെക്ക് ചെയ്തു. ഇങ്ങനെ നിന്ന് കഴിഞ്ഞാൽ എന്തായാലും ചെക്ക് ചെയ്യും. നിൽക്കുന്നവർ അയ്യോ സാറേ വേണ്ട, ചെക്ക് ചെയ്യണ്ട, പൊക്കിയോളൂ എന്ന് പറയേണ്ട കാര്യമൊന്നുമില്ല. എന്തിന് ചെക്ക് ചെയ്തുകൊണ്ട് എന്താണ് അവിടെ സംഭവിക്കാൻ പോകുന്നത്? അവിടെ ഈ സാധനം വന്നു, മതം
മമ്മൂട്ടി മുസ്ലിം ആയതുകൊണ്ട് ചെക്ക് ചെയ്തു, ലാലേട്ടൻ ഹിന്ദു ആയതുകൊണ്ട് ചെക്ക് ചെയ്തില്ല. കുറെ കമന്റ് ഉണ്ട്, കണ്ടു കഴിഞ്ഞാൽ കൊഞ്ഞടിച്ച് തിരിപ്പിക്കാൻ തോന്നും. അങ്ങനെയുള്ള കമന്റാണ് വരുന്നത്. മനസ്സിലാവുന്നില്ല. ജാതി മതം നോക്കിയിട്ടാണോ നിങ്ങൾ ലാലേട്ടനെ മമ്മൂക്കയൊക്കെ ഇഷ്ടപ്പെടുന്നത്? എനിക്ക് മമ്മൂക്ക വളരെ ഇഷ്ടം. ഇപ്പോഴത്തെ സിനിമകളിൽ ഞാൻ ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്തിട്ടുള്ളത് ലാലേട്ടൻ ഫാനാണ്. അതായത് അഭിനയ മികവിൽ എനിക്ക് എപ്പോഴും ഇഷ്ടം ലാലേട്ടൻ തന്നെയാണ്. പക്ഷെ സെലക്ഷന്റെ കാര്യത്തിൽ മമ്മൂട്ടിയെ അപ്രീഷിയേറ്റ് ചെയ്ത് എത്രയോ വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്. മമ്മൂക്കെ അപ്രീഷിയേറ്റ് ചെയ്തിട്ട് എന്തുകൊണ്ടാണ്? ഇഷ്ടമുള്ളതുകൊണ്ടാണ്. രണ്ടുപേരും ഇഷ്ടമാണ്. അതിൽ ഈ ജാതി മതമൊക്കെ നോക്കിയിട്ട് ഇഷ്ടപ്പെടുന്നവരുണ്ടാവാം. അവർക്ക് ഇങ്ങനെ കമന്റ് ഒക്കെ ഇടാൻ തോന്നും. അതുപോലെ തന്നെ അവരുടെ ഉള്ളിൽ ഈ ഒരു സാധനം ഉണ്ടെങ്കിലും തോന്നും കമന്റ് ഇടാൻ. ചിലവരുടെ പേര് കണ്ട ഡൈജസ്റ്റ് ആവാത്ത അസുഖം. ഈ വീഡിയോയിലും പറയുന്ന എൻ്റെ പേര് എന്തരാ ഡാഷേ എന്ന് പറയുന്ന ആളുകളുണ്ട്. ആ പേര് കാണുമ്പോഴേക്കും നിങ്ങൾക്ക് ഇറിറ്റേറ്റ് ആവേണ്ട കാര്യമില്ല. പേര് കാണുമ്പോഴേക്കും ഇറിറ്റേറ്റ് ആവേണ്ട കാര്യമില്ല. ഐ ആം റിപ്പീറ്റിംഗ്. അയ്യ, ഇതൊക്കെയാണ് കാര്യം. സെക്യൂരിറ്റി ചെക്കിന് മമ്മൂക്ക വന്ന് കൈപൊക്കിയത് കൊണ്ടാണ് അവർ ചെക്ക് ചെയ്തത്. അല്ലാതെ ബാക്കിയുള്ളവരെ മൊത്തം ചെക്ക് ചെയ്യാതെ പറഞ്ഞു വിട്ടിട്ട് മമ്മൂക്കയെ മാത്രം ചെക്ക് ചെയ്യാൻ വേണ്ടി നിൽക്കുകയല്ല. സുരേഷ് ഗോപി വരെ അവിടെ ചെക്ക് ചെയ്യാൻ വേണ്ടി ഇങ്ങനെ നിന്ന് കൊടുത്തിട്ടാണ് പോയത്. സിമ്പിൾ. ലാലേട്ടൻ പോയിട്ട് ഇങ്ങനെ ഒരു അഡ്ജസ്റ്റ്മെന്റിൽ ഇങ്ങനെ പോരമനെ എന്ന് പറഞ്ഞു നിന്നു. ലാലേട്ടനെ കയറ്റി വിട്ടു. അല്ലാതെ ആരെയാണ് ഇപ്പോൾ അവിടെ ചെക്ക് ചെയ്യാതെ പറഞ്ഞു വിട്ടുള്ളത്? അതാണ് കാര്യം. കല്യാണമൊക്കെ നല്ല രീതിക്ക് നടന്നു. പൊട്ടിയ കുരുവിൻ്റെ മേലെ തന്നെ വേറെ കുരുകൾ മുളയ്ക്കുകയാണ്. മുളച്ചിട്ടങ്ങോട്ട് വീണ്ടും പഴുത്തൊലിക്കുകയാണ് ചിലവന്മാർ. രാഷ്ട്രീയത്തിൻ്റെ ആയാലും മതത്തിൻ്റെ ആയാലും എക്സ്ട്രീമായിട്ട് അതിനെ ചിന്തിച്ച് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ഇങ്ങനെ പലതും തോന്നും. പല കുത്തിത്തിരിപ്പും ഉണ്ടാക്കാൻ തോന്നും. എപ്പോഴും ഇങ്ങനെ ഓരോ വീഡിയോയും കമൻ്റൊക്കെ വരും. ദുഷിച്ച മനസ്സിൻ്റെ പ്രശ്നമാണത്. മമ്മൂക്ക നമസ്തേ പറയുന്ന സാധനം ഞാൻ സ്ക്രീൻ റെക്കോർഡ് എടുത്തിട്ടുണ്ട്. വെറൈറ്റി മീഡിയയുടെ യൂട്യൂബ് ചാനലിലൊക്കെ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. പിന്നെ ഇപ്പോൾ വേറൊരു ചാനലിൽ നിന്ന് ഞാൻ ഡൗൺലോഡ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഡൗൺലോഡ് ചെയ്തിട്ട് പറഞ്ഞാൽ ആ ഒരു ഭാഗം മതിയല്ലോ. മമ്മൂക്ക നമസ്തേ പറഞ്ഞിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളത്. നമസ്തേ എന്ന് പറയുന്ന ഒരു മാന്യതയോടോ അല്ലാതെ ആരുടെ മുന്നിലും താണു കൊടുക്കുന്നതല്ല. അത് മനസ്സിലാക്കാതെ തൊഴുത് കുമ്പിടുന്നു എന്നൊക്കെ പറഞ്ഞ് താഴ്ത്തിക്കെട്ടാൻ മാത്രം അത്രയ്ക്ക് മോശമായ ഒരു സാധനമാണോ നമസ്തേ? അറിയില്ല, നിങ്ങൾക്കൊക്കെ ചിലപ്പോൾ അങ്ങനെ ആയിരിക്കും, പറയാൻ പറ്റില്ല. ഓക്കെ, ഇത്രയൊക്കെ പറയാനുള്ളൂ. ഇതിൽ കൂടുതലൊന്നും പറയാനില്ല. കുത്തിത്തിരിപ്പ് ഉണ്ടാക്കാതിരിക്കുക. ഈ ഒരു രാഷ്ട്രീയപരമായിട്ടായാലും ഭ്രാന്തമായി ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ അടിമയാവാതിരിക്കുക. മതപരമായിട്ടാണെങ്കിലും അടിമയാവാതിരിക്കുക. ആരുടെയും മറ്റുള്ള ആളുകളിലേക്ക് അടിച്ചേൽപ്പിക്കാതിരിക്കുക. ഈ ഒരു സംഭവം മതമായാലും രാഷ്ട്രീയമായാലും അതൊക്കെ അവരവരുടെ ലിവിങ് സ്റ്റൈലാണ്. അത് അവരവരുടേതായ രീതിക്ക് കൊണ്ടുപോവുക. ബാക്കിയുള്ളവരെയും റെസ്പെക്ട് ചെയ്യുക, മുന്നോട്ട് പോവുക. ഇത്രേ ഉള്ളൂ. അമ്പലത്തിൽ പോകണോ അമ്പലത്തിൽ പോയി തൊഴുക, പള്ളിയിൽ പോകണോ പള്ളിയിൽ പോവുക, പ്രാർത്ഥിക്കുക. ഇത്രേ ഉള്ളൂ. അതുപോലെ തന്നെ ഒരു രാഷ്ട്രീയ പാർട്ടിയിലാണെന്നുള്ളൊരു രീതിക്ക് ഒരു മനുഷ്യനെ എത്രത്തോളം ക്രൂശിക്കാൻ പറ്റും? എന്ത് ചെയ്താലും കുറ്റം. ഇതൊക്കെ പുള്ളിക്ക് തന്നെ ഗുണേ ചെയ്യുള്ളൂ കേട്ടോ. ഈ ചെയ്യുന്ന മണ്ടന്മാരുണ്ട്, യുവന്മാർക്ക് തന്നെ ഉള്ള തിരിച്ചടിയാണ് ഈ സാധനം. ഇതൊക്കെ പുള്ളിക്ക് ഗുണേ ചെയ്യുള്ളൂ. ഇന്നല്ലെങ്കിൽ നാളെ, ഇത്തവണ ജയിച്ചില്ലെങ്കിൽ അടുത്ത തവണ ജയിക്കുന്നതിന് വേണ്ടിയുള്ള ഓരോ സ്റ്റെപ്പായിട്ട് ഇത് മാറും. ഉറപ്പ് പറയാൻ ഞാൻ. ഇത്തവണ കിട്ടിയില്ലെങ്കിലും അടുത്ത തവണ പുള്ളിക്ക് ഒരു ചാൻസ് കിട്ടുവാണെങ്കിൽ അതിൻ്റെ കാരണം ഈ പറയുന്ന കുത്തിത്തിരിപ്പുകളായിരിക്കും. ഇത്രേ ഉള്ളൂ. വേറെ ഒന്നും എനിക്ക് ഇതിൽ പറയാനില്ല. നിങ്ങളുടെ അഭിപ്രായം എന്താണ് ഈ ഒരു വിഷയത്തെ പറ്റി എന്നുള്ളത് കമൻറ്റ് സെക്ഷനിൽ അറിയിക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. ആദ്യമായിട്ടാണ് വീഡിയോ കാണുന്നതെന്ന് വെച്ചാൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോയിലൂടെ വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.